തോട്ട്സ് ഫോർ ടൈംസിലേക്ക് സ്വാഗതം. ലിസണിങ്ങിനെ കുറിച്ച്, കേൾക്കുക എന്നതിൻ്റെ മാജിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരാൾ മറ്റൊരാളോട് അയാളുടെ ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ എന്ത് മാജിക്കാണ് നടക്കുന്നത്? വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുടെ കാതുകളിലേക്ക് ഈ ദുഃഖം എത്തുകയും അയാളുടെ കാതുകളിൽ നിന്നും ഒരു പ്രതിധ്വനി പറഞ്ഞയാളുടെ കാതുകളിലേക്കും ഒടുവിൽ അയാളുടെ മനസ്സിലേക്കും എത്തുന്നു. സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ പോലെയാണത്. മറ്റൊരാളിനെ അതീവ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുടെ കാതുകളിലേക്ക് ഈ കിരണങ്ങൾ എത്തുകയും അയാൾക്ക് പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ ആ കിരണങ്ങൾ അയാളുടെ കാതുകളിലേക്കും പിന്നീട് മനസ്സിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. തന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത അയാളെ ശക്തനാക്കും. അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരുപക്ഷെ അയാൾക്ക് തന്നെ കഴിഞ്ഞുവെന്നും വരും. സംസാരിക്കാനാണോ കേൾക്കാനാണോ ബുദ്ധിമുട്ട്? കേൾക്കാൻ തന്നെ. കാരണം കേൾക്കണമെങ്കിൽ ക്ഷമ വേണം, സ്നേഹം വേണം, അനുകമ്പ വേണം. സംസാരിക്കാൻ ചിലപ്പോൾ അറിവ് വേണമായിരിക്കും, കേൾക്കാൻ അറിവ് വേണമെന്നില്ല. ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നന്ന്.